Hello friends, Jamee's cooking channel ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോ കാണുന്ന മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ഫ്ലഫി ഡോണറ്റ്സ് ആണ്. സോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഇവിടെ ഞാൻ 3 കപ്പ് മൈദ എടുത്തിരിക്കുന്നതാണ്. ഇതിൽ 1/2 ടീസ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് 1/4 ടീസ്പൂൺ നട്ട്മെഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്മെഗിൻ്റെ അർത്ഥം ജാതിക്കപ്പൊടിയാണ്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ വേറൊരു ബോളിൽ 1 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 7 ഗ്രാം ഈസ്റ്റ് ആഡ് ചെയ്യാം. ഇതിന് ശേഷം 1 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെറ്റ് മിക്സ് നമ്മളെ ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഡോ ആക്കി എടുക്കണം. സോ ഡോ ഇങ്ങനെ തന്നെ ഒന്ന് ഫോം ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി നെഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ഡോ നന്നായി നെഡ് ചെയ്തതിന് ശേഷം ഒരു ബോളിൽ ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് 2-3 മണിക്കൂർ ഈസ്റ്റ് ഒന്ന് ഡോനെ അപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതൊരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് എടുത്തിട്ട് ബോളൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഇനി നമ്മൾ ഡോണറ്റിന് വേണ്ടിയിട്ട് ഗ്ലേസ് ഉണ്ടാക്കാൻ 2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നതാണ്. ഇതിൽ 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 4-5 ടേബിൾ സ്പൂൺ പാല്. ഇത് നിങ്ങൾ ഗ്ലേസ് എത്ര തിന്ന് ആയി വരണമെന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ ഗ്ലേസ് ഇങ്ങനെ തന്നെ നല്ല നിങ്ങൾക്ക് തിന്നായിട്ട് കിട്ടും. സോ നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേറൊരു ഗ്ലേസ് ഉണ്ടാക്കിയത്. ഇതിൽ 5 ഡ്രോപ്സ് സ്ട്രോബെറിൻ്റെ ഫുഡ് കളറിങ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഫുഡ് കളറിങ് ഇല്ലെങ്കിൽ ഈ പാട്ട് സ്കിപ്പ് ചെയ്യാം. ഞാനിത് വെറുതെ ഒരു ഡെക്കറേഷനായിട്ട് വേണ്ടിയിട്ടാണ് ഇതും ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ഡോ 3 മണിക്കൂറിന് ശേഷം ഇത് നോക്കി ഇങ്ങനെ തന്നെ നന്നായി പൊന്തി വന്നു. ഇനി ഇത് നമ്മൾ ഒന്ന് റോൾ ചെയ്തിട്ട് ഡോണറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുക്കണം. സോ ഞാൻ ഇവിടെ മൈദ ചേർത്ത് കൊടുത്തിട്ട് തിക്കാവുന്നവരെ റോൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ഇത്
എൻ്റെ അടുത്ത് കുക്കി കട്ടർ ഇല്ല, അല്ലെങ്കിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ കുക്കി കട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാൽ മതി. ഇത് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഹോൾസ് ആക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ചെയ്യാം. സോ നമ്മൾ ഡോണറ്റ്സ് ഇങ്ങനെ തന്നെ ഷേപ്പാക്കി എടുക്കണം. സോ ഇനി എല്ലാ ഡോണറ്റ്സും ഷേപ്പാക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധികം ബ്രൗൺ ആകാൻ പാടില്ല, ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ ഇത് വളരെ ടേസ്റ്റ് ഉണ്ടാവും, ഇത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. സോ നമ്മൾ ഡോണറ്റ്സ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമ്മളെ ഗ്ലേസ് ആക്കി വെച്ചതിൽ കോട്ട് ചെയ്തെടുക്കാം. സോ ഇവിടെ ഞാൻ കുറച്ച് ഡെക്കറേഷൻസും ടോപ്പിങ്സും എടുത്തിന്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. സോ നമ്മൾ ഡോണറ്റ്സ് വനില ഗ്ലേസിലെല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബാക്കിയുള്ള ഗ്ലേസിൽ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചോക്ലേറ്റ് ഗ്ലേസ് ആക്കി എടുക്കാം. സോ ഇനി ഡോണറ്റ്സ് സ്ട്രോബെറി ഗ്ലേസിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചോക്ലേറ്റിലും കോട്ട് ചെയ്താൽ നമ്മൾ ഡോണറ്റ്സ് റെഡിയായി. സോ നമ്മൾ ഡോണറ്റ്സ് എല്ലാം നമ്മൾ ഗ്ലേസിൽ നന്നായി കോട്ട് ചെയ്തു. ഇനി ഇത് ഞാൻ സ്പ്രിങ്കിൾസ് വെച്ച് ഒന്ന് ടോപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതെല്ലാം നന്നായി ടോപ്പിംഗ് ചെയ്തു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ഡിഷാണ്. ഇതിൻ്റെ ഇൻസൈഡ് നോക്കി എന്ത് സോഫ്റ്റാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന് ഒരു ലൈക്ക് കൊടുക്കുക. നമ്മളെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ എപ്പോൾ വരുന്നതെന്ന് മനസ്സിലാകാൻ പറ്റും. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പേജും ലിങ്കിൽ ബിലോ കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യാം. അസ്സലാമു അലൈക്കും.